അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. യേശു വന്ന, യേശു തൊട്ട, യേശു വന്ന, യേശു തൊട്ടാൽ പാപമെല്ലാം മാറിപ്പോകും, ശാപമെല്ലാം തീർന്നു പോകും. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. കർത്താവായ യേശുവിൽ വിശ്വസിക്ക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവായ യേശുവിൽ വിശ്വസിക്ക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇതാകുന്നു വാഗ്ദത്തം, അത് നിത്യജീവൻ തന്നെ. ഇതാകുന്നു വാഗ്ദത്തം, അത് നിത്യജീവൻ തന്നെ. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവദിനം വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയും, ദൈവം തന്റെ മക്കൾക്ക് നൽകിയിരിക്കുന്ന എക്സലന്റ് ആയ ലൈഫിനെയാണ്, അതായത് പരിധികളില്ലാത്ത ഒന്നിനെയാണ് കർത്താവ് തന്റെ മക്കൾക്ക് നൽകിയിരിക്കുന്നത്. പക്ഷേ ഇത് പറഞ്ഞാൽ എത്ര പേർക്ക് മനസ്സിലാകും പരിധിയില്ലാത്ത ഒന്നാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നതെന്ന്? യഥാർത്ഥത്തിൽ അതിനെ വിശ്വസിക്കാൻ കഴിയാത്ത ഒരു മാനസിക അവസ്ഥയിലാണ് നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നത്. ക്രിസ്തുവിനെ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന, ദൈവത്തിൻ്റെ അനുഭവങ്ങളിലായിരിക്കുന്നു എന്ന് പറയുന്ന നമ്മൾക്ക് ഓരോരുത്തർക്കും ഒരുപക്ഷെ അതിനെ ശരിയായ വിധത്തിൽ സ്വപ്നം കാണാൻ കഴിയുന്നില്ല എന്ന് തന്നെ വേണം പറയാൻ. എന്നാൽ ഇന്നത്തെ മെസ്സേജ് കേൾക്കുമ്പോൾ എങ്ങനെയാണ് ഞാൻ ആ എക്സലന്റ് ലൈഫിലാകുന്നത്? ഒരു സാധാരണ ജീവിതം എനിക്ക് വേണ്ട, ക്രിസ്തുവിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് നൽകിയിരിക്കുന്നത് എക്സ്ട്രാ ഓർഡിനറി ആയ ഒന്നാണ്. അതിലേക്ക് ഞാൻ എങ്ങനെയാണ് ആകുന്നത്? ഇന്നത്തെ മെസ്സേജ് നിങ്ങളോട് സംസാരിക്കട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. ഒരു കാര്യം നിങ്ങൾക്കറിയാമോ? God spoke to the servants, those who are laboring there in the marriage house. കല്യാണ വീട്ടിലായിരിക്കുന്ന വേലക്കാരോട് God ministering to them, fill the jars. അവരുടെ ആ കൽഭരണികൾ നിറയ്ക്കാൻ പറഞ്ഞു. We know the water changed to wine. നമുക്കറിയാം വെള്ളം വീഞ്ഞായെന്ന്. Do you know where the glory began? എവിടെയാണ് മഹത്വം വെളിപ്പെട്ടതെന്ന് നിങ്ങൾക്കറിയാമോ? When they filled the water, that when they started to do what God spoke to them, the glory began. എപ്പോഴാണോ ദൈവം പറഞ്ഞ വാക്കനുസരിച്ച് ആ കൽഭരണിയിൽ അവർ വെള്ളം നിറയ്ക്കാൻ തുടങ്ങിയോ, അപ്പോൾ അവിടെ മഹത്വം വെളിപ്പെടുവാൻ ഇടയായി. Can I prophesy to you? ഞാൻ നിങ്ങളോട് പ്രവചിച്ചു പറയട്ടെ, when you ready to do the word, the glory, you are getting to the word of glory. നിങ്ങൾ എപ്പോഴാണോ പറയുന്ന വാക്കുകൾ ചെയ്യാനായി പ്രവർത്തിക്കാൻ റെഡിയാണെങ്കിൽ അപ്പോൾ മഹത്വം നിങ്ങളെ വെളിപ്പെടുവാൻ തുടങ്ങും. Doing the word means getting into the glory. നിങ്ങൾ വചനം പ്രവർത്തിക്കുക എന്ന് പറയുന്നത് നിങ്ങൾ മഹത്വത്തിലേക്ക് പ്രവേശിക്കുക എന്നതാണ്. Can I repeat? Doing the word means getting into the glory of God. വചനത്തിന് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് നിങ്ങൾ മഹത്വത്തിലേക്ക് കയറുക എന്നുള്ളതാണ്. Can you give a clap offering to the Lord? ദൈവത്തിന് കരങ്ങൾ അടിച്ചാട്ടെ. Give a praise offering to the Lord. സ്തുതിയെ വർണ്ണാട്ടെ. Say, Lord, I am the doer of the word. ഞാൻ വചനം ചെയ്യുന്നവനായിരിക്കും കർത്താവ് എന്ന് പറഞ്ഞാട്ടെ. Listen, if you read Exodus chapter 40 verse 15 onwards, we can see Moses saw everything is cleared and settled. മോശയ്ക്ക് എല്ലാം ക്ലിയർ ആയി കാണാനും അത് സെറ്റിൽ ആയിരിക്കുന്നു മനസ്സിലായി. Everyone, the laborers said to Moses, everything is perfect and finished. Servants എല്ലാവരും പറഞ്ഞു എല്ലാം പെർഫെക്റ്റും പൂർണ്ണമാണെന്ന് പറയാനിടയായി. He get into the tabernacle for dedication. അവൻ സമാഗമന കൂടാരത്തിൽ ഡെഡിക്കേഷന് വേണ്ടി കടന്നപ്പോൾ, in other word, God, Moses positioned the tabernacle. മോസസ് സമാഗമന കൂടാരം യഥാസ്ഥാനപ്പെടുത്തി. What happened, you know? എന്താ സംഭവിച്ചെന്നറിയാമോ? The Shekinah
the Shekinah started to manifest. Amen. ആ ഷെക്കേന അവിടെ വെളിപ്പെടുവാനായി തുടങ്ങി. When positioned, Shekinah manifests. എപ്പോഴാണോ നീ ഒന്ന് യഥാസ്ഥാനപ്പെടുത്തുന്നത്, ഷെക്കേന നിന്നിൽ മാനിഫെസ്റ്റഡ് ആകാൻ തുടങ്ങുക. എപ്പോഴാണോ സഭ ഒന്ന് യഥാസ്ഥാനപ്പെടുന്നത്, അപ്പോൾ ഷെക്കേന മാനിഫെസ്റ്റഡ് ആകാൻ In തുടങ്ങുക. another word, how can you position yourself? എങ്ങനെയാണ് നിന്നെ യഥാസ്ഥാനപ്പെടുത്തുന്നത്? Through the word. വചനത്തിലൂടെ. That means when you start to do the word, you are positioning yourself. നീ എപ്പോഴാണോ വചനം ചെയ്യാനായി തുടങ്ങുന്നത്, അത് നിന്നെ യഥാസ്ഥാനപ്പെടുത്തുകയത്രേ ചെയ്യുന്നത്. That means you are getting to the glory of God. എന്ന് വെച്ചാൽ നീ മഹത്വത്തിലേക്ക് പ്രവേശിച്ചു എന്നാണ് പറയുന്നത്. I am excited. ഞാൻ എക്സൈറ്റഡ് ആണ്. I never be the same. Amen. ഞാൻ പഴയതുപോലെ I ആയിരിക്കത്തില്ല. live excellent. ഞാൻ I എക്സലന്റ് ആയി live in ജീവിക്കും. excellent. ഞാൻ എക്സലന്റ് ആയി I live in ജീവിക്കും. excellent. ഞാൻ എക്സലന്റ് ആയി ജീവിക്കും. Full of glory. മഹത്വത്തിന്റെ പൂർണ്ണതയിൽ. Hallelujah. Hallelujah. Look at Elijah. ഏലിയാവിനെ നോക്കിയാട്ടെ. So look at him. He took 12 stones to create a new place of sacrifice. അവൻ 12 ഗോത്ര കല്ലുകളെ തെരഞ്ഞെടുത്ത യാഗത്തിന് വേണ്ടി ക്രമീകരിക്കാൻ വേണ്ടി. When he fixed the place for sacrifice, ആ യാഗത്തിന് വേണ്ടി ആ സ്ഥലം ക്രമീകരിച്ചപ്പോ fire came down. തീ ഇറങ്ങി വരുവാനിടയായി. Positioning bring the fire. യഥാസ്ഥാനപ്പെടുത്തൽ തീയെ കൊണ്ടുവരും. Positioning. യഥാസ്ഥാനപ്പെടുത്തൽ. Don't take it like for a condemnation. അതൊരു കുറ്റബോധത്തിനായി എടുക്കരുത്. Position means do the word. It's bring the fire of God. യഥാസ്ഥാനപ്പെടുത്തുക എന്ന് വെച്ചാൽ ദൈവത്തിന്റെ വചനത്തിന്റെ പ്രവൃത്തി ചെയ്യുക. അപ്പോൾ തീയെ കൊണ്ടുവരാനിടയാകും. Look at Solomon. ശലോമോനെ നോക്കിയാട്ടെ. He also dedicated this church. അവൻ സഭയെ ഡെഡിക്കേറ്റ് ചെയ്തു. Filled with the glory. ആ മഹത്വം കൊണ്ട് നിറഞ്ഞു. I'm going to conclude the message today. ഞാൻ ഇന്നത്തെ മെസ്സേജ് കൺക്ലൂഡ് Will you ചെയ്യാം. please stand up and say hallelujah? എഴുന്നേറ്റ് നിന്ന് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. Will you please raise your hands and say, Lord, I will walk in the glory of God. കരങ്ങൾ ഉയർത്തി നിങ്ങൾക്കൊന്ന് പറയാനായി സാധിക്കുമോ? ഞാൻ ദൈവത്തിന്റെ മഹത്വത്തിൽ നടക്കാനിടയാകും. I work from the mountain top. ഞാൻ ഉന്നതങ്ങളിൽ നിന്ന് പ്രവർത്തിക്കാനിടയാകും. I look from the mountain top. ഞാൻ ഉന്നതങ്ങളിൽ നിന്ന് നോക്കുവാനിടയാകും. I work from the mountain top. ഞാൻ ഉന്നതങ്ങളിൽ നിന്ന് പ്രവർത്തിക്കും. The realm of limitless life. Amen. പരിധിയില്ലാത്ത റിലത്തിൽ നിന്ന് ഞാൻ പ്രവർത്തിക്കാനിടയാകും. I'm living there ഞാൻ അവിടെയാണ് ജീവിക്കുന്നത്. with excellent life. അത് എക്സലന്റ് ജീവിതമായി. With an excellent life. അത് എക്സലന്റ് ജീവിതത്തിൽ Full of glory. മഹത്വത്തിന്റെ പൂർണ്ണതയിൽ. Full of honor. ആദരവിന്റെ പൂർണ്ണതയിൽ. Church, you will be excellent. സഭയെ നീ ഒരു എക്സലന്റ് ആണ്. You will be excellent. നീ ഒരു എക്സലന്റ് ആയിരിക്കും. Say with me, I will be excellent. ഞാൻ പറഞ്ഞ ഞാൻ എക്സലന്റ് ആയിരിക്കും എന്ന് പറഞ്ഞോട്ടെ. Say to your neighbor, get into excellent life. അടുത്ത വ്യക്തിയോട് പറഞ്ഞത് എക്സലന്റ് ജീവിതത്തിലേക്ക് പ്രവേശിച്ചാട്ടെ. Get into the glory-filled life. മഹത്വകരമായ ജീവിതത്തിലേക്ക് പ്രവേശിച്ചാട്ടെ. Get into excellent life. എക്സലന്റ് ജീവിതത്തിലേക്ക് പ്രവേശിച്ചാട്ടെ. Get into glory-filled life. മഹത്വകരമായ ജീവിതത്തിലേക്ക് പ്രവേശിച്ചാട്ടെ. Hallelujah. ഹല്ലേലൂയ. Church of God, ദൈവസഭയെ welcome to excellent life. എക്സലന്റ് ലെവലിലേക്ക് സ്വാഗതം. Welcome to glorified life. മഹത്വകരമായ ജീവിതത്തിലേക്ക് സ്വാഗതം. Come on, tulli chadi. Hallelujah. Jata laka raka baraka ba. Father, thank you very much for the wonderful day. ഈ മഹത്വകരമായ ദിവസത്തിനായി സ്തോത്രം. We believe supernatural has already begin in my houses. അസാധാരണമായ കാര്യങ്ങൾ എന്റെ വീട്ടിൽ നടക്കാൻ തുടങ്ങിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. When we back home, ഞങ്ങൾ വീട്ടിൽ മടങ്ങി പോകുമ്പോൾ we'll see the excellence, ഞങ്ങൾ എക്സലൻസ് the കാണുവാനിടയാകും. glory in my house, ഞങ്ങൾ മഹത്വം ഞങ്ങളുടെ വീട്ടിൽ excellence in കാണും. my house, എക്സലൻസ് ഞാൻ വീട്ടിൽ കാണും. honor in my house. ബഹുമാനം എന്റെ വീട്ടിൽ My കാണുവാനിടയാകും. neighbors, my relatives, my friends are going to see the excellence in my house. എന്റെ വീട്ടിലെ എക്സലൻസ് എന്റെ ബന്ധുക്കൾ എന്റെ ആൾക്കാർ എന്റെ കൂട്ടുകാർ എല്ലാം കാണാനായി പോകുന്നു. എന്റെ കൂടെ പറ, my neighbors,
my relatives, my friends, they are going to see the excellence in my house. എന്റെ അയൽക്കാർ, എന്റെ കൂട്ടുകാർ, എന്റെ ബന്ധുമിത്രാദികൾ എന്റെ എക്സലൻസ് കാണാനായി പോകുന്നു. The glory in my house, എന്റെ വീട്ടിനകത്തുള്ള മഹത്വം കാണാനായി the പോകുന്നു. glory that is resting in my house, എന്റെ വീട്ടിൽ വസിക്കുന്ന മഹത്വത്തെ കാണാനായി പോകുന്നു. full of glory, ദൈവിക മഹത്വത്തിന്റെ പൂർണ്ണത, full of honor, ബഹുമാനത്തിന്റെ പൂർണ്ണത. In my physical eyes I can see a golden shade is moving here. എന്റെ കണ്ണിൽ, എന്റെ നഗ്ന കണ്ണിൽ എനിക്ക് കാണാനായി സാധിക്കും ഒരു ഗോൾഡൻ ചെയിൻ ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. I can see a golden move. A golden move, that means glory shining. I can see in my own eyes. എന്റെ കണ്ണിൽ എനിക്ക് കാണാനായി സാധിക്കും ഒരു സ്വർണ്ണ നിറത്തിലുള്ള ഒരു മൂവ്, സ്വർണ്ണ നിറത്തിലുള്ള ഒരു മഹത്വം ഇവിടെ ചലിക്കുന്നത് എനിക്ക് കാണാനായി Can you സാധിക്കും. raise your hands and close your eyes and start to praise him? നിങ്ങളുടെ കണ്ണുകൾ അടച്ച് കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിയാട്ടെ. Say excellent life, Lord. പറഞ്ഞാട്ടെ എക്സലന്റ് ആയ ജീവിതം, Unending victories. തീരാത്ത വിജയം. Hallelujah. Unending victories. തീരാത്ത വിജയം. Lord, I live an excellent life. ഞാൻ ഒരു എക്സലന്റ് ജീവിതം ജീവിക്കുന്നു. I will live in unending victories. ഞാൻ തീരാത്ത ജയത്തിൽ ജീവിക്കുന്നു. I live in unending victories. ഞാൻ തീരാത്ത ജയത്തിൽ ജീവിക്കുന്നു. I live in the perfections. ഞാൻ പെർഫെക്ഷനിൽ ജീവിക്കുന്നു. Because you are a perfect God. കാരണം നീ ഒരു പെർഫെക്റ്റ് ആയി പൂർണ്ണമായിരിക്കുന്ന I ദൈവമാണ്. believe I am getting to the perfections, Lord. ഞാൻ പൂർണ്ണതയിൽ എത്തുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. Because I operate from the realm of the perfection, Lord. ഞാൻ പൂർണ്ണതയുടെ റലത്തിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അത് വിശ്വസിക്കുന്നു. I will get into every day perfect to perfect to perfect to. ഞാൻ ഓരോ ദിവസം പൂർണ്ണതയിലേക്ക് വരാം. Perfection. ഞാൻ ഓരോ ദിവസം പൂർണ്ണതയിലാകുകയാണ്. I live an excellent life, Lord. ഞാൻ ഒരു എക്സലന്റ് ജീവിതത്തിൽ ജീവിക്കുകയാണ്. Now I am sharing you. It is a valuable thing. ഞാനിപ്പോ പറയുന്നത് I വളരെ വിലയുള്ള കാര്യങ്ങളാണ്. never heard somebody say you will live an excellent life. ഞാൻ ഇതുവരെ കേൾക്കാനിടയായില്ല നിങ്ങൾ ഒരു എക്സലന്റ് ജീവിതത്തിൽ ജീവിക്കുമെന്നുള്ളത്. I heard only one person, that is Pastor Chris. ഞാൻ ഒരാളിൽ നിന്ന് മാത്രമേ അത് കേട്ടിട്ടുള്ളൂ, അത് പാസ്റ്റർ ക്രിസിൽ When I നിന്നാണ്. heard him, I say, hey, the same wavelength, not with him. I am not the right wavelength. He is better than me. But I am thinking, oh, this is the way I think. It's the same way he think. Oh, he is wonderful. ഞാനത് കേൾക്കാനിടയായപ്പോ ദൈവം എനിക്ക് തന്ന അതേ ബോധ്യം തന്നെ കർത്താവിന്റെ ദാസനിലൂടെയും അത് സംസാരിക്കാനിടയായപ്പോ എനിക്ക് ആ ബോധ്യത്തിന്റെ പൂർണ്ണത വരുവാനിടയായി. And when I started to listen him, I more excited and more edited. ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ വളരെ എക്സൈറ്റഡ് ആയി പോയി. Also edited. തിരുത്തപ്പെടുകയും ചെയ്തു. Are you listening? Say with me, I will live an excellent life. ഞാൻ എക്സലന്റ് ജീവിതത്തിൽ ജീവിക്കുക. Not ordinary life. സാധാരണ ജീവിതമല്ല, A superior life. ഒരു സുപ്പീരിയർ ആയ ജീവിതം. A life of abundance. സമൃദ്ധിയുടെ ജീവിതം. Life of abundance. സമൃദ്ധിയുടെ ജീവിതം. A life of excellence. എക്സലൻസിന്റെ ജീവിതം. A life of full of glory. ഗ്ലോറിയുടെ പൂർണ്ണതയിൽ. Can you breathe? You can see the glory here. Amen. നിങ്ങൾക്കൊന്ന് ശ്വാസം എടുക്കാനായി സാധിക്കുമോ? നിങ്ങൾക്ക് ആ മഹത്വത്തിന്റെ ചലനം നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുമോ? Full of glory. മഹത്വത്തിന്റെ പൂർണ്ണത. പരിധിയില്ല ജീവിതം, ആത്മനിറവിൻ ജീവിതം, പരിധികളില്ല ജീവിതം, ആത്മനിറവിൻ ജീവിതം, മഹത്വപൂർണമാം ജീവിതം. ഓ മഹത്വപൂർണമാം ജീവിതം. ഓഹോ ഓഹോ ഓഹോ
Holy Spirit. നന്ദി പരിശുദ്ധാത്മാവേ. You did a wonderful job. നീ മഹത്വപരമായ കാര്യങ്ങൾ ചെയ്യുവാനിടയായി. We have a hope. We have a hope. ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. We expecting result. ഞങ്ങൾ റിസൾട്ട് പ്രതീക്ഷിക്കുന്നു കർത്താവേ, ഫലം പ്രതീക്ഷിക്കുന്നു. Because we are aligned with your word of truth. ഞങ്ങൾ നിന്റെ വചനത്തിന്റെ സത്യവുമായി ചേർന്ന് നടക്കുന്നു. Oh, results are coming. ഫലങ്ങൾ വരുന്നു കർത്താവേ. Results are coming. ഫലങ്ങൾ വരുന്നു. Supernatural results are coming. അസാധാരണ ഫലങ്ങൾ വരുന്നു. Life is going to flow. ജീവൻ ചലിക്കുവാനായി പോകുന്നു. The life is going to flow. ജീവൻ ഒഴുകുവാനായി പോകുന്നു. The blessing, the overflow blessing, we are going to enjoy the overflow blessings. അനുഗ്രഹത്തിന്റെ വലിയൊരു ഒഴുക്ക് ഞങ്ങൾ അനുഭവിക്കാൻ പോകുന്നു. Hallelujah. Say to your neighbor, അടുത്തിരിക്കുന്ന വ്യക്തി, welcome to overflowing blessing. Please be seated. ഓവർഫ്ലോയിങ് ബ്ലെസ്സിംഗിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞാട്ടെ. Thank you. Align with the word of God, you will see supernatural. നിങ്ങൾ ദൈവജനത്തോടൊപ്പമായിരിക്കുമ്പോൾ നിങ്ങൾ അത്ഭുതങ്ങളെ കാണുവാനിടയാകും. ഇതായിരിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിലുടനീളം നിങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുന്ന കാര്യം. ദൈവജനത്തോടൊപ്പം ചേർന്നിരുന്നാട്ടെ. നിങ്ങളുടെ മനസ്സിനെ അതിനോട് ചേർത്ത് വെച്ചാട്ടെ. നിങ്ങളുടെ ചിന്തകളെ അതിനോട് ചേർത്ത് വെച്ചാട്ടെ. ഇതുവരെ കാണാത്ത അത്ഭുതങ്ങളെ നിങ്ങൾ കാണുവാനിടയാകും. കർത്താവ് സഹായിക്കട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. നമ്മളോട് അടുത്ത സാക്ഷ്യം പറയുന്ന ആളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. രവി സി ജോർജ് ബ്രദറും അദ്ദേഹത്തിൻ്റെ ഭാര്യ രമ സിസ്റ്ററും മോളും ഒക്കെ നമുക്ക് നമ്മുടെ ചർച്ചിലെ അനുഗ്രഹിക്കപ്പെട്ട ലീഡേഴ്സാണ്, ശുശ്രൂഷകരാണ്. സിസ്റ്ററിൻ്റെ ജീവിതത്തിലും കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തു. വിശദീകരിച്ച് പറയാമോ എന്താ സംഭവിച്ചത്? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ ഈ ചർച്ചിൽ ആദ്യമായിട്ട് വരുന്ന 2013 എന്ന് പറഞ്ഞാൽ ചർച്ച തുടങ്ങിയ സമയത്താണ്. അതെ. ഓക്കെ. ഇത്രയും വർഷമായി ഞങ്ങൾ ഈ ചർച്ചിൽ വിശ്വസ്തരായി നിൽക്കുന്നു, ദൈവത്തിൻ്റെ വേലയിൽ പങ്കാളികളാകുന്നു. എന്നാൽ ദൈവം ഞങ്ങൾ ഈ ചർച്ചിൽ വന്നതിന് ശേഷം ആത്മീയമായും ഭൗതികമായും എല്ലാ നന്മകളും ഞങ്ങളുടെ കുടുംബത്തിൽ ദൈവം തന്നു. സമാധാനം, സന്തോഷം. യഥാർത്ഥ സത്യം പറഞ്ഞാൽ ഞാൻ 2013 ഇവിടെ വരുമ്പോൾ ആകെ തകർന്ന ഒരു അവസ്ഥയിലാണ് ഞാൻ ഈ ചർച്ചിൽ കടന്നു വരുന്നത്. എന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിലുണ്ടായ വളരെ മുറിവുകൾ, ദുഃഖങ്ങൾ, ഭാരങ്ങളെല്ലാമായിട്ട് എനിക്ക് ചിരിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിലാണ് ഞാൻ ഈ ചർച്ചിൽ കടന്നു വരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ മീറ്റിങ്ങിന് വന്നിരിക്കുമ്പോൾ ചിരിക്കാൻ ഫ്രണ്ടിൽ വന്നിരിക്കും. പക്ഷേ ജിജോ ബ്രദർ എപ്പോഴും എപ്പോഴും എൻ്റെ അടുത്ത് ചോദിക്കും, എന്താ സിസ്റ്റർ ചിരിക്കാത്ത എന്ന് ചോദിക്കും. പക്ഷേ ഞാൻ അപ്പോഴിങ്ങനെ ചോദിക്കുമ്പോൾ ചിരിക്കും. പക്ഷേ എൻ്റെ ഹൃദയത്തിലെ മുറിവുകളാണ് എന്നെ ചിരിക്കാൻ അനുവദിക്കാതിരുന്നത്. ഈ ചർച്ചിൽ വന്നു, ജോൺ ബ്രദറിൻ്റെ മെസ്സേജ് കേട്ടു. അതിൽ നിന്നൊക്കെ നല്ല ബോധ്യങ്ങൾ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം എനിക്കിടയായി. എൻ്റെ ഹൃദയത്തിലെ മുറിവുകളെല്ലാം ഉണങ്ങി, വേദനകൾ മറന്നു. ഞാൻ സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. ആത്മാവിൽ ഇത്രത്തോളം ഞാൻ വളർന്നു. ദൈവശബ്ദം കേൾക്കാൻ, സ്വപ്നങ്ങളും ദർശനങ്ങളും ഒക്കെ കാണാനും കേൾക്കാനൊക്കെ നമ്മുടെ ജോൺ ബ്രദർ പഠിപ്പിച്ചു. നമ്മൾ ആരാണ്? നമ്മുടെ അപ്പൻ്റെ മക്കളാണ്, സകലത്തിനും അവകാശികളാണ്, ക്രിസ്തുവിനെ നമ്മൾ ധരിച്ചിരിക്കുകയാണ്. ഈ ബോധ്യത്തിലേക്കൊക്കെ കടന്നു വരാൻ ദൈവം അനുവദിച്ചു. സ്വർഗത്തിൽ ഇരിക്കുന്ന ഒരപ്പനല്ല, അവൻ നമ്മൾ ധരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു 2 വർഷത്തിന് മുമ്പ് ജോൺ ബ്രദർ പഠിപ്പിച്ചത്, നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം അത് വെള്ളയായിരുന്നാൽ, അല്ലെങ്കിൽ ഒരു വിവാഹ വസ്ത്രം ധരിച്ചിരിക്കുന്ന അതിലഴുക്ക് പറ്റാൻ അനുവദിക്കില്ല. അപ്പം ഞാൻ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചത്, നമ്മുടെ ചർച്ച വരുന്നവർ മദ്യപിച്ചിട്ടും പല വെറിക്കൂത്തുകളാകപ്പെട്ടവരാണ് ഇവിടെ ആദ്യമായി കടന്നു വരുന്നത്. അതൊക്കെയും ദൈവം പെട്ടെന്ന് തന്നെ അവരെ സൗഖ്യമാക്കുന്നതും അവരെ വിടിവിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നു. ചിലപ്പോൾ മദ്യപിച്ച് നാറ്റം വെച്ചിരിക്കുന്നവരെ ജോൺ ബ്രദർ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്നതും അതിലൂടെ ആ പരിശുദ്ധാത്മാവ് പകരപ്പെടുന്നതൊക്കെ ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ ദൈവത്തിന് മാറ്റാൻ കഴിയാത്ത ഒരു വ്യക്തിയെ മാറ്റാൻ ദൈവത്തിന് കഴിയും, അല്ലെങ്കിൽ ദൈവവചനത്തിന് കഴിയുമെന്നൊരു വലിയൊരു ബോധ്യം എന്നിലുണ്ടായി. അതുപോലെ ആ ദൈവവചനം എന്നിലും ക്രിയ ചെയ്തു. ദൈവം എന്നെ വളരെയധികം മാറ്റി, പുതിയൊരു വ്യക്തിയാക്കി മാറ്റി. പുതിയൊരു ഹൃദയം എനിക്ക് ദൈവം നൽകി. ആത്മാവിൽ ബലപ്പെടുവാൻ ശാരീരികമായും മാനസികമായൊക്കെ ദൈവം എന്നെ ബലപ്പെടുത്തി. എങ്ങനെ ദൈവശബ്ദം കേൾക്കണമെന്ന് ഞാൻ പഠിച്ചു. ഈ ചർച്ച വന്നിട്ട് ഞാൻ ദൈവശബ്ദം കേൾക്കാൻ തുടങ്ങി. എന്നാൽ ഞാൻ ആഗ്രഹിക്കും
ഞാൻ ദൈവശബ്ദം കേൾക്കുന്നുണ്ടെങ്കിലും ജോൺ ബ്രദർ പറയുമ്പോൾ അത് കേൾക്കാനൊരു പ്രത്യേക സുഖമാണ്. എന്നാൽ പഴയ ലീഡേഴ്സിനോട്, പഴയ ആളുകളോടൊന്നും ജോൺ ബ്രദർ ഇത് പറയാറില്ല. അപ്പോൾ ഞാനങ്ങനെ കവടിയാർ മീറ്റിങ്ങിൽ ഇങ്ങനെ നിൽക്കുമ്പോഴും ജോൺ ബ്രദർ കവടിയാർ മീറ്റിംഗിൽ വെച്ച് സിസ്റ്ററിന് എന്തോ സ്പെഷ്യൽ ആയിട്ടുള്ള അനുഭവങ്ങളുണ്ടായിരുന്നു പറഞ്ഞു, അതിനെക്കുറിച്ച് പറയാമോ? കാലിന് നല്ല ബുദ്ധിമുട്ടായിരുന്നു, നല്ല വേദന, കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ മുട്ടിങ്ങനെ കെട്ടി വെച്ചതുപോലെ, എനിക്ക് സ്റ്റെപ്പ് വെക്കാൻ കാലിൽ ഒരു ഭാരം കെട്ടി വെച്ചതുപോലെ നടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ നിന്നപ്പോഴത്തെ ജോൺ ബ്രദർ പറഞ്ഞു, ആ രണ്ടാമത്തെ ലൈനിൽ ദൂതൻ സഞ്ചരിക്കുന്നത് കാണാം. സിസ്റ്റർ ഇരുന്ന ലൈനിൽ. അതെ. അപ്പം എനിക്ക് സന്തോഷമായി, ദൂതൻ സഞ്ചരിച്ച ലൈനിൽ എനിക്ക് ഇരിക്കാൻ കഴിഞ്ഞല്ലോ എന്ന് പെട്ടെന്ന് എൻ്റെ ഉള്ളിലൊരു സന്തോഷം തോന്നി. അപ്പോൾ ജോൺ ബ്രദർ എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നവർക്കൊക്കെ ദൂത് പറയുന്നുണ്ട്. ദൂത് പറഞ്ഞു, പുതിയതായിട്ട് വന്ന ആൾക്കാർക്ക് ദൂത് പറയുന്നു. അപ്പോൾ പെട്ടെന്നാണ് ജോൺ ബ്രദർ പറഞ്ഞത്, രവി സി ജോർജ് ബ്രദറിൻ്റെ വൈഫിൻ്റെ കാലിൽ ദൂതൻ പിടിച്ചു വലിക്കുന്നത് കാണുന്നു, എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. ചില ദൂതന്മാരെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ ശരീരത്തിലും കാലിലും ഒക്കെ പിടിച്ചു വലിക്കട്ടെ, അല്ലേ? അതെ, ദൈവം അങ്ങനെ ഒരു അത്ഭുതം ചെയ്തു. ഇവരോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിലെ ഒരു ദൈവദൂതൻ മൂവ് ചെയ്യുന്നത് ഞാൻ കണ്ടു. ഞാൻ വിശ്വസിക്കുന്ന ലൈനിലിരിക്കുന്ന എല്ലാ ആളുകളും സൗഖ്യമാവുക. രവി സി ജോർജ് ബ്രദറിന്റെ വൈഫ്, നിങ്ങളുടെ രണ്ട് കാലുകളിലും ഞാൻ കാണുക ഒരു ദൈവദൂതൻ വന്ന് പിടിക്കുക എന്ന് പറഞ്ഞ കാലുകളിൽ ബലം വരുന്നു. യേശുവിന്റെ ശക്തി ആ കാലുകളിൽ വ്യാപരിക്കുന്നു. അങ്ങനെ വീട്ടിൽ ചെന്നതിന് ശേഷം ആ ബുദ്ധിമുട്ട് മാറിപ്പോയി, പൂർണ്ണമായി സൗഖ്യമായി. അപ്പം ഞാനത് എൻ്റെ ഹസ്ബൻഡിനോട് മോളോടൊക്കെ പങ്കുവെച്ചു. ദൈവം എന്നെ വെടിവെച്ചു, ദൈവം എന്നെ സൗഖ്യമാക്കി. അത് ആ നാട്ടിലെ ഉണർവ് അതിനൊരു മുഖാന്തരമായി എന്ന് ഞാൻ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, നേരോടെ നടക്കുന്നവർക്ക് അവനൊരു നന്മയ്ക്കും മുടക്കം വരുത്തത്തില്ല എന്നാണ്. സിസ്റ്റർ ഈ ചർച്ച് ട്രിവാൻഡ്രത്ത് ആരംഭിച്ച കാലം മുതൽ തന്നെ വിശ്വസ്തയോട് കൂടി നിൽക്കുന്നു. കുടുംബാംഗങ്ങളെല്ലാവരും ആക്റ്റീവായിട്ട് ചർച്ചിൻ്റെ പ്രവർത്തനങ്ങളിലുണ്ട്. അതുകൊണ്ട് സിസ്റ്റർ പറയുന്നത് അവരുടെ ജീവിതത്തിൽ ആത്മീയവും ഭൗതികവുമായ മേഖലകളിൽ വലിയ വളർച്ച, വർധനവ് ഉണ്ടാകുവാൻ സ്വർഗമിടയാക്കി തീർത്തു. എനിക്കതിനകത്ത് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരിക്കലും ചിരിക്കാൻ പറ്റാത്ത ഒരാളുടെ അവസ്ഥ ഭയങ്കര വിഷമമാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് ചിരിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് ദൈവത്തിന് മാത്രം കൊടുക്കാൻ കഴിയുന്നൊരു കൃപയാണ്. സിസ്റ്റർ ഇന്ന് എല്ലാവരെയും കണ്ടു കഴിഞ്ഞാലും ചിരിക്കും. ഞാൻ പലപ്പോഴും കാണുന്നത് ആൾക്കാരെ റിസീവ് ചെയ്യാനായിട്ട് ചിരിക്കുന്ന മുഖത്തോടു കൂടി നിൽക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. കർത്താവിൻ്റെ കൃപയാണ് സിസ്റ്ററെ. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസം നാട്ടിലെ ഉണർവ് പ്രോഗ്രാമിൽ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്തു. കാലിൻ്റെ പ്രയാസം മാറ്റി സൗഖ്യം തന്നു. ഓക്കെ, തുടർന്നും സിസ്റ്ററിന് അനേകം അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. കുടുംബാംഗങ്ങളെല്ലാവരും നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കത്തക്ക വണ്ണം കർത്താവ് പ്രവർത്തിക്കട്ടെ. താങ്ക് യു സിസ്റ്റർ. ബ്ലെസ് യു. ദൈവിക അത്ഭുതങ്ങൾക്കായി നമുക്ക് നന്ദി പറയാം. ദൈവജനത്തോടൊപ്പമായിരിക്കുന്ന ഒരു വ്യക്തി ഓരോ മണിക്കൂറുകളിലും ഓരോ മിനിറ്റുകളിലും ദൈവത്തിൻ്റെ അത്ഭുതത്തെ കാണാനിടയാകും, അനുഭവിക്കുവാനിടയാകും. നമ്മൾ ഇതുവരെ ആയിരുന്ന സ്ഥിതിയിൽ നിന്ന് ഒന്ന് മാറി ചിന്തിക്കാം. അതായത് കരഞ്ഞും നിലവിളിച്ചുമായിരുന്ന, അല്ലെങ്കിൽ അയ്യോ എന്തെങ്കിലും കിട്ടിയാൽ മതി എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്നും ശ്രേഷ്ഠകരമായ ഒന്നിലേക്ക്, സൂപ്പർനാച്ചുറലായ ഒന്നിലേക്കാണ് കർത്താവ് എന്നെ വിളിച്ചത് എന്ന ബോധ്യത്തിലേക്ക് നമുക്കാകാം. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. കർത്താവ് എന്നോടൊപ്പമായിരിക്കുന്ന ഓരോ കുടുംബങ്ങളെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ, ജപ്തിയുടെ മുൻപിലായിരിക്കുന്നവർ, കർത്താവെ ഇതുവരെ വാടക വീടുകൾ മാറി മാറി താമസിക്കുന്നു എന്ന് പറയുന്നവർ, ചെയ്യുന്ന ഒരു ജോലിയിൽ പോലും ഉയർച്ചയില്ല എന്ന് പറയുന്നവർ, കൈകളിൽ വരുന്ന സമ്പത്ത് ഏതുവഴി പോകുന്നു എന്ന് അറിയുന്നില്ല എന്ന് പറയുന്നവർ, കർത്താവെ ഞെരുക്കത്തിന്മേൽ ഞെരുക്കമായിട്ട് സമാധാനമില്ലാത്ത, സ്വസ്ഥതയില്ലാത്ത അനുഭവത്തിലായിരിക്കുന്നവർ, കർത്താവെ അപ്പോൾ ദൈവത്തിൻ്റെ വചനം അവരെ മാറ്റുവാൻ തക്കവണ്ണം ബലമുള്ളതാണ്. അവരുടെ ലൈഫിൽ അത് അനുഭവിക്കട്ടെ അപ്പാ, അവരുടെ ലൈഫിൽ അത് അനുഭവിക്കട്ടെ അപ്പാ. അങ്ങയുടെ കൃപയ്ക്കായി നന്ദി പറയുന്നു. എന്നെ കാണുന്ന കുടുംബങ്ങളിൽ ആ ദൈവശക്തി ചലിക്കട്ടെ അപ്പാ. എന്നെ കാണുന്ന ഒരു വ്യക്തി ഇങ്ങനെ മനസ്സിൽ പറയുക, ഞാൻ ഇനി ധൈര്യത്തോടെ മുൻപോട്ട് പോകും. മുൻപിലുള്ള കാര്യം ഏത് തന്നെയാണെങ്കിലും ഞാൻ അതിനെ ദാവീദ് ഫേസ് ചെയ്തതുപോലെ ദൈവജനത്തോടൊപ്പം അതിനെ ഫേസ് ചെയ്യും. ഐ മീൻ ചിലരുടെ ലൈഫിൽ ആ ദൈവജനത്തിൻ്റെ ബോൾഡ്നെസ് ചിലരുടെ ലൈഫിൽ ഉണ്ടാകുന്നത് കാണാം.
ചിലരുടെ ലൈഫിൽ ഉണ്ടാകുന്നത് കാണാം. ചിലരെ കർത്താവ് തൊടുന്നത് കാണാം. ചിലരുടെ ജീവിതത്തിൽ അത് ചെയ്യുന്നത് കാണാം. കർത്താവേ, നിന്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. കർത്താവേ, ഈ കുടുംബങ്ങളിൽ അത്ഭുതങ്ങൾ ഉണ്ടാകട്ടെ. ഈ കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ കൃപ ചലിക്കട്ടെ. അവിടുത്തെ ശ്രേഷ്ഠത ചലിക്കട്ടെ. അപ്പാ, നന്ദി പറയുന്നപ്പാ, നന്ദി പറയുന്നു കർത്താവേ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവേ, ഈ വീടുകളിൽ കർത്താവ് എന്നെ കാണുന്ന കുടുംബങ്ങളിൽ ചിലർ ഇന്ന് രാത്രി സ്വപ്നങ്ങളെ കാണട്ടെ അപ്പാ. കർത്താവ് അവരോട് സംസാരിക്കുന്ന ചിലത് അവർ കാണട്ടെ അപ്പാ. അവരുടെ മുകളിലായിരിക്കുന്ന ഭാരം അവരുടെ മുകളിൽ നിന്ന് മാറിപ്പോകട്ടെ അപ്പാ. അപ്പൊ അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു. സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടേനെ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എന്നെ കാണുന്ന കുടുംബങ്ങളിൽ വലിയ അത്ഭുതങ്ങൾ ഉണ്ടാകട്ടെ അപ്പാ. വലിയ നിറവുകൾ ഉണ്ടാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.